അവതരിപ്പിക്കാനായിട്ട് അവസരം തന്ന ഗിരീഷ് സാറിനും അതുപോലെ ഡോക്ടർ രാജൻ സാറിനും എന്താ പറയാ ഒരു പറഞ്ഞു പഠിക്കാനുള്ള ഒരു അവസരങ്ങളാണ് നമുക്ക് ആർസിഎമ്മിന്റെ ഓരോ വേദികളും. അപ്പൊ എനിക്ക് പറഞ്ഞു പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സാറ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു ആർക്കൊക്കെ നല്ലൊരു ട്രെയിനർമാരാവണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും അതിന് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഇനി നല്ലൊരു ട്രെയിനറായിട്ടും ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നോട്ട് വലിയൊരു ആഗ്രഹം തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അവസരം തന്നതിന് ഗിരി സാറിന് നന്ദി പറയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പേനയും ബുക്ക് എടുത്ത് ഇരിക്കണം. ഒരു എന്താ പറയാ ആക്ടിവിറ്റിയും കൂടിയിട്ടാണ് ഇത്. അപ്പൊ എല്ലാവരുടെ കയ്യിലും പേനയും ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല, ഞാൻ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഈ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്കോർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒന്ന് രണ്ട് ട്രെയിനിങ് ക്ലാസ്സുകളിൽ എനിക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ആ ട്രെയിനിങ് ക്ലാസ്സിൽ ഒരു പ്രോഗ്രാം കൊടുത്തതിന് ശേഷം പല ലീഡേഴ്സും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, അഭിപ്രായം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ലീഡേഴ്സ് തന്നെ പറഞ്ഞു, ഞാൻ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടെയാണ് സ്റ്റെക്കായിട്ട് നിൽക്കണേ, എന്റെ ടീമില് ഉള്ള ആളുകളെ കറക്റ്റ് ആയിട്ട് തരം തിരിച്ച് എനിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതൊന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് എന്റെ ബിസിനസ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു വിലയേറിയ ഒരു അഭിപ്രായമാണ് എനിക്ക് ഒന്ന് രണ്ട് ട്രെയിനിങ് ക്ലാസ്സിൽ കൊടുത്തപ്പോൾ കിട്ടിയത്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേനയും നോട്ട്ബുക്ക് ആയിട്ട് ഇരിക്കുക. അതില് പറയുന്ന ഒരു കാര്യം 17 പോയിന്റ് ഉണ്ട്. ആ 17 പോയിന്റില് ഓരോ പോയിന്റും പറയുമ്പോൾ 100% നമ്മൾ ആ പോയിന്റുകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം 1 മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ 99% നമ്മളൊരു ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാൻ പാടില്ല, അവിടെ 0 കൊടുക്കണം. ഓക്കെ, ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ്, ഓരോ പോയിന്റും പറയുമ്പോൾ 100% ആ പോയിന്റുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ചെയ്യാത്തതാണെങ്കിൽ 0 മാർക്ക് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളെ സ്വയം വിലയിരുത്താനും നമ്മളിൽ എവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് തിരിച്ചറിയാനും നമ്മളുടെ ടീമിലുള്ള ആളുകളെ തിരിച്ചറിയാനും ഈ പോയിന്റുകൾ സഹായിക്കും. ഒരു സംശയമില്ല. ഇത് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഒരു വാല്യൂ എന്താന്ന് മനസ്സിലാവും. മറ്റൊന്ന് പരിചയപ്പെടുത്ത, പേര് ദിബേഷ്, വീട് അടിച്ചില്, ചാലക്കുടി ടെക്നിക്കൽ അച്ചീവർ ആണ്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിനെ നമ്മളൊക്കെ നിൽക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു പലചരക്കട നടത്തുന്ന ഒരു വ്യക്തി, അവിടെ അദ്ദേഹം വിജയിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്കറിയാം പല ബിസിനസ്, പക്ഷെ ആ സീക്രട്ട് ആരെങ്കിലും പറഞ്ഞു തരാം? എന്തുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്? പറഞ്ഞു തരാത്തതിന് ഒരു പ്രധാന കാരണം, ആ സീക്രട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് ആ സീക്രട്ട് ഉപയോഗിച്ച് അവിടെ ആ ബിസിനസ് അവരാളുടെ ബിസിനസ് നശിക്കാനായിട്ട് ഇടവരുള്ളൂ. അത് ആ സീക്രട്ട് ഒരാളും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതിലേക്ക് വരുമ്പോ എന്തെങ്കിലും സീക്രട്ടുകൾ ഉണ്ടോ ഇതിൽ വിജയിക്കാനായിട്ട്? അപ്പൊ ഇതിലുള്ള ഒരു സീക്രട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിജയിച്ച ഏത് ലീഡേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിക്കോ. ഇപ്പൊ നമുക്കറിയാം, ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അച്ചീവ് ചെയ്ത ഏത് ലീഡേഴ്സിനും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സീക്രട്ട് ഇല്ല, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ് ആ സിസ്റ്റം? 100% ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് ഇവിടെ വിജയിച്ച് ഏറ്റവും വലിയ റാങ്കിലും ലെവലുകളിലും വരുമാനത്തിലും എത്തുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ആർസിഎമ്മിലും സിസ്റ്റം ഉണ്ട്. അതായത് ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. ഈ സിസ്റ്റം എത്ര ശതമാനം 100% നമ്മൾ പാലിക്കുന്നോ, നമ്മൾ ചെയ്യുന്നോ, നമ്മുടെ ആക്ടിവിറ്റിയിൽ കൊണ്ടുവരുന്നോ, ഇവിടെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ വിജയിച്ച ഏത് ലീഡേഴ്സിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സിസ്റ്റം 100% ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇതിൽ വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഈ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്കോർ എന്ന് പറയുന്നത്, നമ്മൾ എത്ര സിസ്റ്റം ഫോളോവർ ആണ്, നമ്മളുടെ ടീമിൽ എത്ര ആളുകൾ സിസ്റ്റം ഫോളോ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ട് എന്ന് കൂടിയും ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾക്ക് വരേണ്ട മാറ്റങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് വരുത്താനും ഈ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്കോർ സഹായിക്കും. അപ്പൊ എല്ലാവരും പേനയും നോട്ട്ബുക്ക് എടുത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇപ്പൊ സമയം കളയുന്നില്ല. ഞാൻ പ്രസന്റേഷൻ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സമയം കൂടുതൽ പോകും. അപ്പൊ ഞാൻ ഓരോ പോയിന്റുകൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യണം, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ഒന്നാമത്തെ പോയിന്റിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്കോർ ബോർഡിന്റെ ഒന്നാമത്തെ പോയിന്റിലേക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ്, നിങ്ങൾ സ്വയം
ബിസിനസ് അവസരങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ടോ? ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ്, നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ടോ? ഇപ്പൊ പല ആളുകളും പറയും എന്താണ് ബിസിനസ് അവസരം. ഇപ്പൊ പല ആളുകളും പറയാറുള്ള ഒരു കാര്യം, ലീഡേഴ്സ് പറയാറുള്ള കാര്യം, എനിക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും ഗുണമേന്മയും പറഞ്ഞു കൊടുക്കാൻ അറിയാം. എന്റെ അപ്ലയൻ ഗിരീഷ് സാറ് എന്റെ അടുത്ത് ഇതിന്റെ അവസരം, ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞു തന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഗിരീഷ് സാറ് എനിക്ക് ഈ അവസരം കറക്റ്റായിട്ട് പറഞ്ഞു തന്നില്ലായിരുന്നുണ്ടെങ്കിലോ ഞാനിന്ന് RCBയിൽ ഉണ്ടാവില്ല. എനിക്കൊരു സോപ്പ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഡീപ്പിൽ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ബെനിഫിറ്റോ നോക്കിയിട്ടല്ല ഞാൻ RC എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഇതിന്റെ നേട്ടം എന്താണ്, ഈ ബിസിനസ്സിൽ നിന്നുള്ള അവസരം എന്താണ് പറയില്ല. ഒരു സോപ്പിൽ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് പറയും. ഈ സ്കോപ്പ് എന്താണെന്ന് ഗിരീഷ് സാർ എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്നതും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മളുടെ ഒരു ചോദ്യം, നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ടോ? ഇപ്പൊ പല ലീഡേഴ്സും പറയും അയ്യോ എനിക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും ഗുണമേന്മയും മാത്രം പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ, എന്റെ അപ്ലയം വരട്ടെ. എന്താണ് എന്റെ അപ്ലയം? ഇന്നും അപ്ലൈനെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനായിട്ട്, അത് ഇതിന്റെ അവസരം പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്ലൈനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ ബിസിനസ് എങ്ങനെ വളരും? ഒരിക്കലും വളരാൻ പോകുന്നില്ല. കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും ഗുണമേന്മയും അറിഞ്ഞുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും. പക്ഷെ ഈ ബിസിനസ്സിൽ നമ്മളുടെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലോ, ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ടല്ലേ, ഡിസ്പ്ലേ വാളും ഡയമണ്ട് ക്ലബും ഡ്യൂപ്ലിക്കേഷനും അതുപോലെ തന്നെ വലിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇതിന്റെ അവസരം, സ്കോപ്പ് എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ കൂടെ ആളുകൾ വരുള്ളൂ. അങ്ങനെ എത്ര പേർക്ക് അറിയാം ഒരാൾക്ക് വ്യക്തമായിട്ട് ഒരു ബിസിനസ് പ്രസന്റേഷൻ അവസരം പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്ക് അറിയാം? ഇനി പല ആളുകൾക്കും ഈ അവസരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയായിരിക്കാം. പക്ഷെ ഇവിടെ നമുക്കറിയാം RCBയിൽ 1000 തുടങ്ങി 50 ലക്ഷം വരെ വരുമാനം കിട്ടാനുള്ള ഒരു അവസരമാണ് RC ബിസിനസ്സിൽ. ഇപ്പൊ ഈ അവസരം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇന്ന് പല ആളുകളും അവസരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒട്ടും എനർജി ഇല്ലാണ്ട് തണുത്ത മട്ടില്, എന്താണ് 50 ലക്ഷം വരുമാനം കിട്ടാനുള്ള പ്ലാൻ ഒട്ടും എനർജി ഇല്ലാണ്ട് തണുത്ത മട്ടില് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ആരെങ്കിലും നമ്മളുടെ കൂടെ വരാം? ആരും നമ്മളുടെ കൂടെ വരാൻ പോകുന്നില്ല. എന്താണ് നമ്മളുടെ കണ്ണിലെ ആ തീഷ്ണതയും വിജയിക്കാനുള്ള ഒരു ഉത്സാഹം, എനർജിയും കണ്ടിട്ടാണ് നമ്മുടെ കൂടെ ആളുകൾ വരുന്നത്. ആ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഒരു തീഷ്ണത, അതുപോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ണിലുള്ള തീയൊക്കെ കണ്ടിട്ടാണ് ആളുകൾ വരുന്നത്. പല ലീഡേഴ്സും പറയാറുണ്ട്, ഇതേ സാറ് അല്ലെ RCM പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ജോയിൻ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞാലൊന്നും ആരും വരില്ല. പക്ഷെ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പറയുന്ന ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മൾക്ക് ഈ പ്ലാൻ പറയില്ലേ, തണുപ്പന്മാര് പോലും ഗിരിസാറ് പറയാറുണ്ട്, തണുപ്പന്മാരുടെ കൂടെ വരാൻ ആഗ്രഹിക്കില്ല, എനർജി ഉള്ള ആളുകളുടെ കൂടെ വരാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ ഈ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നത് എത്ര എക്സൈറ്റ്മെന്റില്, എത്ര എനർജിയില് നമ്മൾ പറയുന്നു, അതാണ് നമ്മളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. പ്ലാൻ പറഞ്ഞാൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൽ ഈ പ്ലാൻ പറയുന്നതിൽ എനർജി ഉണ്ടോ, എക്സൈറ്റ്മെന്റ് ഉണ്ടോ, നമ്മുടെ കണ്ണിൽ തീഷ്ണത ഉണ്ടോ, ഈ അവസരം കറക്റ്റായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പറയാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മളുടെ ഒരു ലീഡറിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്താണ്, നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ടോ? ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്? 99% ആണെങ്കിൽ അവിടെ 0 ഇട്ടാൽ മതി. 100% ആണെങ്കിൽ മാത്രം അവിടെ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും മാർക്ക് ഇട്ടെന്ന് ഞാൻ അവിടെ വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ്, രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്, എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ ഔപചാരിക വസ്ത്രമാണോ ധരിക്കാറ്? ഇപ്പൊ നമുക്കറിയാം ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ ഒരു വസ്ത്രധാരണ രീതി ഉണ്ട്. ഒരു പോലീസിനാണെങ്കിൽ അല്ലെ കാക്കിയിട്ട് വരും, കള്ളിമുണ്ടെടുത്ത ഒരു പോലീസുകാരനെ ഒരിക്കലും ഒരാൾ അംഗീകരിക്കില്ല. അപ്പൊ നമ്മളുടെ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് പോലും നമ്മളുടേതായ ഒരു വസ്ത്രധാരണ രീതി ഉണ്ട് അല്ലെ. പുരുഷന്മാരാണെങ്കിൽ ടൈ ഇടാ, കോട്ടിടാ അല്ലെ, ഇൻസൈഡ് ചെയ്യാ അല്ലെ, സ്ത്രീകളുടെ കോട്ടിടാം അല്ലെ. അതേപോലെ നമ്മുടെ ഒരു വസ്ത്രധാരണ രീതി ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വസ്ത്രധാരണ രീതിയാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാളെ തുടക്കത്തിൽ ആദ്യം വിലയിരുത്തുന്നത് നമ്മുടെ വസ്ത്രധാരണ രീതി ആയിരിക്കുള്ളൂ. അവിടെ നമ്മളുടെ പ്രസന്റേഷനോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലെ. ഫസ്റ്റത്തെ ഒരു ഇത് വരുന്നത് നമ്മളുടെ വസ്ത്രധാരണ രീതി ആയിരിക്കുള്ളൂ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുന്നത്. ഇപ്പൊ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോഴായിക്കോട്ടെ, നമ്മൾ എങ്ങനെയുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. ഇപ്പൊ നമുക്കറിയാം RC ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ കടന്നു വരുമ്പോൾ ചിലപ്പോൾ പല മേഖലയിൽ നിന്നും കടന്നു വരുന്ന വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ കൂലിപ്പണിക്കാരുണ്ടാവും,
അതേപോലെ തന്നെ ഡോക്ടർ ഉണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവും, വക്കീൽ ഉണ്ടാവും. തുടക്കത്തിലൊന്നും അല്ല, ഞാനൊക്കെ ആർസിബിലേക്ക് കടന്നു വന്നത് എനിക്ക് തുടക്കത്തിലൊക്കെ ഇൻസൈഡ് ചെയ്യാനൊക്കെ മടിയായിരുന്നു ശരിക്കും. പക്ഷെ ഗിരീഷ് സാറ് പറഞ്ഞ് അത് ഇൻസൈഡ് ചെയ്തു, ഷൂ ഇട്ടു. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ പ്രോഗ്രാമുകളിലും വരുമ്പോ ടൈ കെട്ടിയതിനു ശേഷം കോട്ട് ഇട്ടു. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമുക്കറിയാം ബിസിനസ് വളരും തോറും അല്ല നമ്മുടെ ചിന്താഗതിയിലും ഡ്രസ് കോഡിലും ഒക്കെ എപ്പോഴും മാറ്റങ്ങൾ വരും. ഇവിടെയാണ് നമ്മളല്ലേ ടൈ ഇട്ട ആളുകൾ കോട്ടിട്ട് മുൻസീറ്റിൽ ഇരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മളുടെ അവിടെ എന്താ ബിസിനസ്സിൽ പ്രോഗ്രസ് വരും തോറും നമ്മുടെ ചിന്താഗതിയിലും അതുപോലെ ഡ്രസ് കോഡിലും മാറ്റം വരും. ഇനി കുറച്ച് ബിസിനസ് ഒക്കെ ഒന്ന് കുറയണ സമയത്താണെങ്കിലോ ഒന്നല്ല, ഗിരി സാറ് പറയാറുണ്ട് ബിസിനസ് കുറഞ്ഞ ആ കോട്ടൂരി പതുക്കെ കോട്ടൂരി പിന്നെ രണ്ടാമത്തെ സീറ്റിലേക്ക് ഇരുന്നു. പിന്നെയാണ് കുറച്ചുകൂടി ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞാൽ ടൈ ഊരി പിന്നെ അടുത്ത താഴത്തെ സീറ്റിലേക്ക് ഇരുന്നു. മൂന്നാമത്തെ സീറ്റിലേക്ക് ഇരുന്നു. പിന്നെ വീണ്ടും കുറച്ച് ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞാലോ ഒരു ID കാർഡ് മാത്രമാവും. പിന്നെ ബിസിനസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ പോയിരിക്കുക. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾക്ക് എത്ര ബിസിനസ് കുറഞ്ഞാലും കൂടിയാലും നമ്മളുടെ കൂടെ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ അക്കൗണ്ടിൽ വരുന്ന വരുമാനം കണ്ടിട്ടല്ല. നമുക്ക് പുതിയ ആളുകൾക്കൊന്നും അറിയില്ല, ആർക്കും അറിയില്ല നമ്മളുടെ ബിസിനസ് കൂടി കുറഞ്ഞൊന്നും പുതിയ ആളുകൾക്ക് അറിയാൻ പോകുന്നുണ്ടോ? ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അവിടെ നമ്മളുടെ വസ്ത്രധാരണ രീതിയാണ് നമ്മളെ ആളുകൾ വിലയിരുത്തുന്നത്. അപ്പൊ എത്ര ബിസിനസ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ പോസിറ്റീവായിട്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് RCM എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉള്ള അല്ല, തലമുറകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു അവസരമാണ്. അവിടെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ വിജയത്തിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ പോസിറ്റീവ് മെന്റാലിറ്റി എന്താണ്? എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മെന്റാലിറ്റി ആയിട്ട് അത് നമ്മളുടെ വസ്ത്രധാരണ രീതിയിൽ നമ്മൾ കാണിക്കാൻ പറ്റണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ്, എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ ഔപചാരിക വസ്ത്രമാണോ ധരിക്കാറ്? അപ്പൊ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ 0 കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ. അടുത്താണ്, എല്ലാ പ്രോഗ്രാമുകളിൽ നിങ്ങൾ മുമ്പാണോ കൃത്യസമയത്താണോ എത്താറ്? ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന പ്രോഗ്രാമാണ് ഡയമണ്ട് സുരേന്ദ്രൻ സാർ വരുന്ന ഒരു പ്രോഗ്രാം, സോണൽ സെലിബ്രേഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ മുൻകൂട്ടി നമുക്കൊന്ന് തയ്യാറെടുപ്പ് നടത്താൻ പറ്റണം. നമ്മളുടെ ടീമിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്ന് മുൻകൂട്ടി ലിസ്റ്റുകൾ ഇടാൻ പറ്റണം. ഈ മുൻ തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റണം. അപ്പൊ നമ്മളിങ്ങനെ പ്രോഗ്രാമുകൾ വരുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യസമയത്താണോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് മുമ്പാണോ എത്താറ്? ഇപ്പൊ നമുക്കറിയാം ഒരു PSC പരീക്ഷയ്ക്ക് അല്ലെ നമുക്കൊരു സെന്റർ കിട്ടി, അത് തിരുവനന്തപുരത്താണ് സെന്റർ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുൻകൂട്ടി തയ്യാറെടുക്കും. എന്താണ്? തലേദിവസം ഇപ്പൊ തന്നെ പോയി റൂം ബുക്ക് ചെയ്ത് അവിടെ അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തും. ഇതേപോലെ തന്നെയാണ് അവിടെ നോക്കൂ, ഒരു ഗവൺമെന്റ് അല്ലെ ജോലി, ഒരു എന്താ പറയുക, ഇന്നത്തെ ഗവൺമെന്റ് ജോലിക്കാരുടെ അവസ്ഥ നമുക്കറിയാം. ഇന്ന് പല ഗവൺമെന്റ് ജോലിക്കാരുടെ അവസ്ഥ അറിയാം. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ 1000 തുടങ്ങി 50 ലക്ഷം വരെ വരുമാനം കിട്ടാനുള്ള ഒരു അവസരമാണ് ആദ്യം തരുന്നത്. അവിടെ നമ്മളെ വിജയിപ്പിക്കുന്നത് പ്രോഗ്രാമുകളാണ്. ഈ ഒരു PSC എക്സാമിന് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പ് എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു പ്രോഗ്രാമിന് നടത്തിക്കോടാ? കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ജീവിതമുള്ള നമ്മുടെ തലമുറകളുടെ ജീവിതം മാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ ഒരു പ്രോഗ്രാമുകൾ വരുമ്പോൾ, അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ നേരത്തെ വരികയോ കറക്റ്റ് സമയത്ത് വരികയും, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് അവിടെ കാണിക്കുന്നത്. നമ്മളുടെ ഈ ബിസിനസ്സിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം, ഈ ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡും മനോഭാവവും അതേപോലെ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും ആണ് നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാമിന് വരുമ്പോഴും കൃത്യസമയത്തിന് വരുമ്പോഴും കാണിക്കുന്നത്. അവിടെ നമുക്ക് ഈ ബിസിനസ്സിൽ കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്വം അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിച്ച് മുന്നോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. പല ആളുകളും ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരുന്നത്, നമുക്കറിയാം പ്രോഗ്രാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പല ആളുകളെയും കാണാൻ പറ്റും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ സമയത്ത് വരുന്ന ആളുകൾ, ഇനി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകൾ, ലീഡേഴ്സിനെ ഒന്ന് കണ്ണിൽ പൊടി ഇടാനായിട്ട്, ഞാനിവിടേക്ക് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് വരുന്ന ആളുകളും നമുക്കറിയാം. പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് നമുക്ക് ഈ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ. ഇനി ചില ആളുകളുടെ മനോഭാവം എന്താണ്? ചില ആളുകളുടെ മനോഭാവം, ഈ പ്രോഗ്രാമുകളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതല്ലേ, ഈ പറഞ്ഞത് തന്നെയല്ല പറയണെന്നുള്ള മനോഭാവത്തോടും കുറെ ആളുകൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവര് പ്രോഗ്രാമിൽ എന്താ പറയാ
പ്രോഗ്രാമിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും 90% പ്രോഗ്രാമിലായിരിക്കില്ല. വെറും 10% മാത്രമുള്ള പ്രോഗ്രാമിൽ. എന്താ 90% ചെയ്യുക? ഭക്ഷണത്തിന്റെ അവിടെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ പുറത്ത് ഫോൺ കോൾ വിളിച്ച് നടക്കുന്ന കാര്യത്തിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇനി ഹാളിൽ ഉണ്ടെങ്കിൽ പോലും വാട്സപ്പ് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ചെയ്യാവുന്ന രീതിയിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കുള്ളൂ അവരിയ്ക്കുന്നത്. അവർ 90% പ്രോഗ്രാമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 90% വേറെ ആക്ടിവിറ്റിയിലായിരിക്കുള്ളൂ ഇരിക്കുന്നത്. പക്ഷെ അവിടെയാണ് ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് വിജയിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അറിവുകൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും ഞാൻ RCMില് 5 വർഷം കഴിഞ്ഞ് ഇന്ന് വന്നിട്ട് എനിക്കൊരു പ്രോഗ്രാമിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു അറിവാണ് എന്നെ RCMിൽ നിന്ന് പിടിച്ചു നിർത്തിയാണത്. അപ്പൊ പ്രോഗ്രാമുകൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇന്ന് എന്താ പറയാ പുതിയൊരു വ്യക്തി എങ്ങനെയാണോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ മനോഭാവത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റി കഴിഞ്ഞാലാണ് ആ പ്രോഗ്രാമിന്റെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പോയിന്റ് വരുന്ന സമയത്തായിരിക്കുള്ളൂ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന പോയിന്റ് വരുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ അവിടെ ഫോൺ കോളിലായിരിക്കുള്ളൂ, പുറത്ത് എന്താ പറയാ ഭക്ഷണം കഴിക്കുന്ന ഹാളിലായിരിക്കുള്ളൂ, അവിടെ പുറത്ത് നടക്കുന്ന സമയമായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് എന്തെങ്കിലും കിട്ടോ? ഒന്നും കിട്ടില്ല. അപ്പൊ അറിയും ആ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ എത്ര ആ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു അതായിരിക്കും നമ്മുടെ ഒരു സക്സസ്. ഇപ്പൊ നോക്കുക, എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾ മുമ്പാണോ കൃത്യസമയത്താണോ എത്താറുള്ളത്, അപ്പൊ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക. അങ്ങനെ എത്താറുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എത്താറില്ലെങ്കിൽ 0 കൊടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായി പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാറുണ്ടോ? അടുത്തൊരു ചോദ്യമാണ്, നിങ്ങൾ സ്വന്തമായി പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാറുണ്ടോ? അപ്പൊ പേഴ്സണൽ സ്പോൺസറിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ ടീമിൽ ഉള്ള ആളുകൾ കൊണ്ടുവരുന്നതല്ല പേഴ്സണൽ സ്പോൺസറിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്വന്തമായിട്ട് പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്കറിയാം, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ടീമിൽ ആളുകൾ അസോസിയേറ്റ് ചെയ്യിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരും വരുമ്പോ ഒരു 10-25 പേരൊക്കെ സ്പോൺസറിങ് ചെയ്യും. അതിനുശേഷം പല ആളുകളും ഈ സ്പോൺസറിങ് ഒന്ന് നിർത്തിക്കളയും. അവിടെ നമുക്കറിയാം ഒരു 10-25 പേരെ നമ്മൾ പേഴ്സണലായിട്ട് സ്പോൺസറിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2-3 ലീഡേഴ്സ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള സ്പോൺസറിങ് നിർത്തി കഴിഞ്ഞാൽ ഈ ലീഡേഴ്സിന്റെ നിഴലായിട്ട് മാറും, ഈ ലീഡേഴ്സിന്റെ അടിമയായിട്ട് മാറും. അതായത് എന്താ പറയാ, ഇവരുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ 3 പേരുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ടീം പോവുള്ളൂ. അവിടെ എന്താ പറയാ ശരിയായ ഒരു സംസ്കാരം കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ നമ്മളൊരു അടിമയെ പോലെ പണിയെടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടീമിൽ 3 പേരുള്ളൂ, അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ആയിട്ട് ഇനി സ്പോൺസറിങ് ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ ഒരു അടിമയായിട്ട് നിഴലായിട്ട് നമ്മളൊന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അവിടെ ബിസിനസ്സിൽ ശരിയായ രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാത്ത ഒരാൾക്ക് ബിസിനസ്സിൽ ശരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വന്ന ലീഡേഴ്സ് ഇന്ന് പേഴ്സണൽ സ്പോൺസറിങ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡയമണ്ട് ഡോക്ടർ സുരേന്ദ്രനോട് സാർ പേഴ്സണൽ സ്പോൺസറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകേഷ് കോത്താരി പേഴ്സണലായിട്ട് സ്പോൺസറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പേഴ്സണൽ സ്പോൺസറിങ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുള്ളൂ. അതായത് അല്ലെങ്കിൽ നമ്മുടെ അവിടെ സ്റ്റക്കാണ് ഈ മറ്റുള്ളവരെ നേളായിട്ട് നടക്കുന്നതാണോ നമുക്ക് ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളതാണോ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ ഒരു ജോലി ഒരു സംസ്കാരം കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും നമ്മൾ പുതിയതായിട്ട് ആളുകളെ സ്പോൺസർ ചെയ്ത് അവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്ത് എന്നാലാണ് നമുക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ പേഴ്സണൽ സ്പോൺസറിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് എന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പോൺസറിങ്. അപ്പൊ നോക്കാം, നിങ്ങൾ സ്വന്തമായി പേഴ്സണൽ സ്പോൺസറിങ്ങൾ ചെയ്യാറുണ്ടോ, അതിന് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ പേഴ്സണൽ സ്പോൺസറിങ് കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കാം. അപ്പൊ പറയുന്ന കാര്യം മാസത്തില് ഒരു 2 പേരെങ്കിലും പുതിയതായിട്ട് പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാൻ പറ്റണം. ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു വ്യക്തി പോലും 2 പേഴ്സണൽ സ്പോൺസറിങ്ങിലും മാസത്തിൽ ചെയ്യാൻ പറ്റണം. അപ്പൊ ഫുൾ ടൈമർ എത്ര ചെയ്യണമെന്ന് നമ്മൾ തന്നെ വിലയിരുത്താം. അപ്പൊ അവിടെ പേഴ്സണൽ സ്പോൺസറിങ് വരുന്നില്ലെങ്കിൽ അവിടെ എന്തോ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ പോരായ്മയുണ്ട്. അപ്പൊ നോക്കാം, നിങ്ങൾ സ്വന്തമായി പേഴ്സണൽ സ്പോൺസറിങ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ 3 പേര് 4 പേര് നേരായിട്ട് മാറിപ്പോകേണ്ടി വരും. ഒരിക്കലും നമുക്ക് നല്ലൊരു രീതിയിലൊരു നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതിയ പുതിയ ആളുകൾ കടന്നു വന്ന്
അവിടെ നമുക്ക് പ്ലാൻ പറയുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല. അല്ല, എനിക്കുമ്പോ തന്നെ നമ്മുടെ എന്താ പറയാ എവിടെ പോണം ഒരു ഐഡിയ പോലും കിട്ടൂല. ഓക്കെ, അപ്പൊ അത് 4ാമത്തെ പോയിന്റ് അതാണ്. അടുത്തൊരു അഞ്ചാമത്തെ ഒരു പോയിന്റ് ആണ്, മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ്, ഗ്രോയിങ് അപ്ലൈനുമായി ബിസിനസ് കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ? അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് മാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറൊക്കെ പറയാറുണ്ട്, 1-ാം തീയതിക്കും 5-ാം തീയതിക്കുള്ളിൽ നമ്മളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ് അപ്ലൈ, പല ലീഡേഴ്സിനും അവരുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ് അപ്ലൈൻ ആരെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ ടീമിലെ നമ്മളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ് അപ്ലൈനെ ആരാന്ന് തിരിച്ചറിയണം. അദ്ദേഹമായിട്ട് നമ്മളുടെ ബിസിനസ് കാര്യങ്ങള് കൗൺസിലിംഗ് ചെയ്യണം. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെയാണ് നമ്മളുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്തിപ്പോ നമ്മളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് അപ്ലൈൻ ആയിട്ട് ഒരു കൗൺസിലിംഗ് ഇല്ലെങ്കിലോ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണോ അത് തന്നെ ചെയ്തു പോകും. പക്ഷെ നമ്മളുടെ തെറ്റെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തെറ്റ് തിരുത്താൻ പറ്റുന്നത് നമ്മുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ് അപ്ലൈൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ്, ഗ്രോയിങ് അപ്ലൈൻ ആയിട്ട് നമ്മൾ ബിസിനസ് കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ എന്താണ് തെറ്റ് ചെയ്യുന്നത് അത് തന്നെ ചെയ്തു പോകും. പക്ഷെ അവിടെ ശരിയായ രീതിയിൽ റിസൾട്ട് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ കൗൺസിലിംഗ് ചെയ്താലോ നമ്മളുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയുന്നത് നമ്മുടെ അപ്ലൈൻ ആയിരിക്കുള്ളൂ, ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ്, ഗ്രോയിങ് അപ്ലൈൻ ആയിരിക്കുള്ളൂ. അദ്ദേഹം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന് നമ്മളെ തിരുത്തി ആ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി തന്ന് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. എനിക്ക് പേഴ്സണൽ ആയിട്ട് അനുഭവമുള്ള ഒരു കാര്യം, തുടക്കത്തിലൊക്കെ ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു. പക്ഷെ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 2-3 മാസമായിട്ട് ഞാൻ 1-ാം തീയതിക്ക് 5-ാം തീയതിക്ക് ഉള്ളില് എന്റെ മെന്റർ ഗിരീഷ് സാറിനെ പോയി ഞാൻ പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ആ ചെയ്തതിന്റെ വലിയൊരു നേട്ടം എനിക്ക് ഇന്നുണ്ട്. ഇന്ന് നല്ല രീതിയിൽ ടീം ഡെവലപ്പായി വരുന്നു. ഇനി നമ്പർ 1 ആക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടാണ് കൗൺസിലിംഗ് നമ്മുടെ ഗ്രോയിങ് അപ്ലൈന്റെ അടുത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തേക്കുള്ള പ്രവർത്തിക്കാനുള്ള എനർജി ആ ഒരു കൗൺസിലിംഗിന് കിട്ടും. പക്ഷെ അവിടെ ചെയ്യാത്ത ലീഡേഴ്സിനാ, പല ലീഡേഴ്സും പറയും ഞാൻ പേഴ്സണൽ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. 90% ലീഡേഴ്സ് ഇന്ന് പേഴ്സണൽ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നില്ല. അത് പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അപ്പൊ നമ്മളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ 1 മാസത്തേക്കുള്ള എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈനെ പോയി ഒന്ന് കൗൺസിലിംഗ് ചെയ്യും നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ. അവിടെ നമുക്ക് ശരിയായ രീതിയിൽ വളർച്ച ഉണ്ടാവും. ഇനി പല ലീഡേഴ്സും തെറ്റായി ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്കറിയില്ല അവരുടെ മെന്റർ ആരെന്നറിയില്ല. ക്രോസ് ലൈൻ ലീഡേഴ്സ് ആയിരിക്കുള്ളൂ അവരെ മെന്റർ. ഈ ക്രോസ് ലൈൻ്റെ അടുത്ത് പോയിട്ടാണ് പേഴ്സണൽ കൗൺസിലിംഗ് ചെയ്യണേ. ഇനി കുറച്ച് ലീഡേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഡൗൺ ലൈൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യും പേഴ്സണൽ കൗൺസിലിംഗ്. അവിടെ വളർച്ച ഉണ്ടാവുക, അവിടെ ഒരു വളർച്ച ഉണ്ടാവില്ല, ബിസിനസ് തകരാനായിട്ട് ഇടവരരുത്. അപ്പൊ 5-ാമത്തെ ഒരു പോയിന്റ് ആണ്, മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ്, ഗ്രോയിങ് അപ്ലൈനുമായി ബിസിനസ് കൗൺസിലിംഗ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് എല്ലാ മാസം ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 0 കൊടുക്കാം. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് ആണ്, നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും നിങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് 100% ഉപയോഗിക്കാറ്. ഇപ്പൊ നമ്മുടെ 6 ബേസിക്കിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് 100% പ്രൊഡക്റ്റ് യൂസ്. അപ്പൊ നമുക്കറിയാം എത്ര പേര് അത് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈ ലീഡേഴ്സ് ഒക്കെ പറയും RCMല് ഉള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സമാന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കരുത്, RCM നിന്ന് വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഏറ്റവും എന്താ പറയാ മനസ്സിൽ കൊണ്ടൊരു കാര്യമാണ്, ബിൽവാരയിൽ പോയിപ്പോ ഒരു കാശ്മീരോ ലഡാക്കിന്ന് ഒരു മുസ്ലിംസ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവര് നല്ല രീതിയിൽ ടൈഗർ ടീം എന്നാണ് അവരുടെ ആ ടീമിന്റെ പേര്. ഒരു ലേഡീസ് ഒക്കെ ശരിക്കും ചോപ്പ പർദ്ദയൊക്കെ ധരിച്ചു വന്നാണ് ടീമായിരുന്നു. അവിടെ പറഞ്ഞൊരു കാര്യം, അവരുടെ വീട്ടില് ഉപ്പ് കഴിഞ്ഞു കഴിഞ്ഞാ മാർക്കറ്റിൽ നിന്ന് ഉപ്പ് വാങ്ങില്ല, RCMന്റെ ഉപ്പ് വാങ്ങിയിട്ടാണ് 2 ദിവസം ആയാലും പോലും RCMന്റെ ഉപ്പ് ഇട്ടിട്ടാണ് അവര് കറിയിലിടുള്ളൂ. വേറെ പുറത്ത് മാർക്കറ്റിൽ നിന്ന് ഒരു ഉപ്പ് വാങ്ങി ഉപയോഗിക്കില്ല. അപ്പൊ അതാണ്, അതായത് 100% പ്രൊഡക്റ്റ് യൂസ് അല്ലെ. നമ്മള് നമ്മൾ നിൽക്കുന്ന സിസ്റ്റത്തിലെ പ്രൊഡക്റ്റ് നമ്മൾ 100% ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ എത്ര പ്രതിബദ്ധതയുണ്ട്, വിജയിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 100% പ്രൊഡക്റ്റ് യൂസ് എന്ന് വെച്ചാൽ 100% പ്രൊഡക്റ്റ് യൂസിലേക്ക് തന്നെ വരണം.
എന്നാലേ നമുക്ക് ഈ സിസ്റ്റത്തിൽ വിജയിച്ച് മുന്നോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. ആറാമത്തെ ഒരു പോയിന്റ്, അത് സിക്സ് ബേസിക്കലി എടുത്തെടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ്. പറയുന്ന ഒരു കാര്യം, ഇവിടെ വിജയിക്കാനായിട്ട് പ്രത്യേകിച്ച് സീക്രട്ടുകളൊന്നും ഇല്ല, രഹസ്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എത്ര ശതമാനം ഫോളോ ചെയ്യുന്നോ അതാണ് നമ്മുടെ സക്സസ്. പല ആളുകളും ഇന്ന് വർഷങ്ങളായിട്ട് പോലും ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഇല്ല. എന്തുകൊണ്ട് ഗ്രോത്ത് ഇല്ല? എത്ര സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റം ഫോളോ സിസ്റ്റം ഒക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രവർത്തിയിലില്ല. എത്ര 100% നമ്മൾ ഈ സിസ്റ്റത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടോ? വിജയിച്ച ലീഡേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഇന്ന് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് ആയ ഗിരീഷ് സാറായാലും ഡോക്ടർ ആയ സാറായാലും എന്തുകൊണ്ട് വിജയിച്ചു? RCBയിൽ വിജയിച്ചു. അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സിസ്റ്റം ആണ്. ആ സിസ്റ്റം നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെ പോലെ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും നിങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണോ 100% ഉപയോഗിക്കാറ്? അത് നമ്മളെ സ്വയം ഒന്ന് വിശകലനം ചെയ്യുക, എന്നിട്ട് മാർക്ക് കൊടുക്കുക. ഓക്കെ, അടുത്താണ് ഡ്രസ്സ് പോലും നമ്മൾ RCBന്റേത്. ഞാൻ 5 വർഷമായിട്ട് ഇന്ന് RCBന്റെ ഡ്രസ്സ് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. RCBയിൽ വന്നതിന് ശേഷം വേറൊരു പുറത്തൊരു ബ്രാൻഡിന്റെ ഡ്രസ്സോ ഞാൻ ഇന്ന് വരെ ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ കല്യാണത്തിന് കിട്ടിയ ഡ്രസ്സ് പോലും അവിടെ അലമാരിൽ ഞാൻ എടുത്തു വെച്ചാക്കാണ്. അതുപോലും ഞാൻ ഇടാറില്ല. ഞാൻ RCBന്റെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഇടാറ്. ഓക്കെ, അപ്പൊ 100% നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗത്തിലേക്ക് വരാം. ഓക്കെ, അടുത്താണ് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പുതിയ ആളുകളുമായി നിങ്ങൾ സംസാരിക്കാറുണ്ടോ? പുതിയ ഉപഭോക്താവിനെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് പറയുന്ന ഒരു കാര്യം, പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ പോലും പുതിയതായിട്ട് 2 ആളുകളുടെ അടുത്തെങ്കിലും നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറയണം. എന്താണ് ബിസിനസിനെ കുറിച്ച് പറയേണ്ടത്? പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം, ഇതിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങളെ കുറിച്ച് പറയാം. എത്ര പേര് സംസാരിക്കാറുണ്ട് ഡെയിലി? എന്താണ് പല ലീഡേഴ്സും പറയും, ഞങ്ങൾ മാസത്തിൽ 4 ആളുടെ അടുത്ത് സംസാരിച്ചു. പല ആളുകളും പറയും ഞങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചു. അവിടെ നമ്മുടെ ബിസിനസ്സിൽ ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഡെയിലി നമുക്ക് കുറഞ്ഞത് ഒരു പാർട്ട് ടൈമർ പോലും 2 ആളുകളുടെ അടുത്ത് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരിക്കണം. എന്നാലാണ് നമ്മളുടെ ബിസിനസ്സിൽ ഇപ്പോഴൊരു നമ്മളുടെ ടീമിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരുമ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. 10 പേരെയും തുടങ്ങി 10 പേരില് 10 പേരാണ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടീം അവിടെ വളരില്ല. അവിടെ ആളുകളുടെ അടുത്ത് പറയണം. അതിനാണ് പറയുക ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. എന്താണ്? നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമാണ് ബിസിനസ് വളരുള്ളൂ. ഇപ്പൊ ഗിരീഷ് സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിച്ചേ? അത് വീട്ടിൽ നിന്ന് കഴിച്ച. ഉച്ചയ്ക്ക് ലഞ്ച് അതും ഭാര്യ അമ്മ ഉണ്ടാക്കി തരുന്ന വീട്ടിൽ നിന്ന് കഴിച്ച. വൈകിട്ടത്തെ ഒരു 4 മണിക്കുള്ള ചായ എവിടെ നിന്ന് കഴിച്ചേ? അത് വീട്ടിൽ നിന്ന് കഴിച്ചേ. ഇനി വൈകിട്ടുള്ള ഡിന്നർ എവിടെ നിന്ന് കഴിച്ചേ? അത് വീട്ടിൽ നിന്ന് കഴിച്ചേ. ഈ വ്യക്തി വീട്ടിലിരിപ്പാണ്, പുറത്തേക്ക് ഇറങ്ങി നടക്കണില്ല. എങ്ങനെ ബിസിനസ് വളരും? ബിസിനസ് വളരാൻ പോകുന്നുണ്ടോ? ഒരിക്കലും അവിടെ ബിസിനസ് വളരില്ല. വീട്ടിലിരിപ്പാണ്. ഒരാളുടെ അടുത്ത് പോലും പ്ലാൻ എന്താന്ന് പറയുന്നില്ല, പ്രൊഡക്റ്റ് എന്താന്ന് പറയില്ല. ഇന്നും ഈഗോ ആണ്. എന്താണ്? ഈഗോ ആണ്. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറവ് വരോ? അല്ലെങ്കിൽ എന്റെ അഭിമാനം പോവാ? ഇവിടെ ശരം, ശങ്ക, അഹങ്കാരം, ഈഗോ ഒക്കെ മാറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് 1000 തുടങ്ങി 50 ലക്ഷം വരെ വരുമാനം കിട്ടാൻ പറ്റുന്ന അവസരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു വ്യക്തി പോലും 2 പേരുടെ അടുത്തെങ്കിലും RCBയെ കുറിച്ച് പറയാറുണ്ടോ? പറയാറുണ്ടെങ്കിൽ അപ്പൊ ഫുൾ ടൈമർ എത്ര പറയണമെന്ന് നമ്മളെ തന്നെ വിശകലനം ചെയ്തൊന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സ്കോർ കൊടുക്കാം. ഒരു സ്കോർ കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. ഇനി അടുത്തതാണ്, ഇതൊക്കെ കണക്ട് ചെയ്ത് വരുന്ന പോയിന്റുകളാണ് കേട്ടോ. ഇനി അടുത്താണ് 8ാമത്തെയാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ ദിവസവും 2 മിനിറ്റ് ഫോൺ കോൾ വിളിക്കാറുണ്ടോ? അപ്പൊ ഇത് കണക്റ്റിംഗ് ആണ്. അതായത് നമ്മള് ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്താലല്ലേ ആളുകളെ കണ്ടെത്തുള്ളൂ. ഈ ആളുകളെ കണ്ടെത്തിയാലല്ലേ നമുക്ക് ഒരു ദിവസം 2 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് ആളുകളെ കാണാനുള്ള ഫോൺ കോൾ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 2 മിനിറ്റ് എങ്കിലും നമ്മളൊരു ഫോൺ കോൾ വിളിക്കാറുണ്ടോ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട്? ഏത് ദിവസത്തിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ദിവസത്തിൽ 2 മിനിറ്റ് എങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഒരു ഫോൺ കോൾ വിളിക്കാറുണ്ടോ? അതെങ്ങനെ ഫോൺ കോൾ വിളിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടാണ്? ഫീൽഡിൽ ഇറങ്ങുന്നില്ലല്ലോ, വീട്ടിലിരിപ്പാണ്. 4 നേരം ഭക്ഷണം വീട്ടിൽ നിന്നാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ഫോൺ കോൾ വിളിക്കാൻ പറ്റുന്ന? ആളുകളുടെ നമ്മുടെ ലിസ്റ്റിലേക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അത് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ ദിവസവും ഒരു 2 മിനിറ്റ് എങ്കിലും ഫോൺ കോൾ വിളിക്കാറുണ്ടോ? അപ്പൊ അത്
അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ 6 ബേസിക്കിൽ പറയാറുണ്ട് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരാറുണ്ട്. അവിടെ RC പറയണ്ട, ഒന്നും പറയണ്ട, അവിടെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാം. അപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി 2 മിനിറ്റെങ്കിലും ഒരു ഫോൺ കോളിൽ അല്ലെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ടോ RCന്റെ അവസരങ്ങൾ പറയാനായിട്ട്? അങ്ങനെ ഡെയിലി അല്ലെ പറയുന്ന ആളുകളാണെങ്കിൽ അവിടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ 0 കൊടുക്കാം. അടുത്താണ് എല്ലാ ദിവസവും 9ാമത്തെ പോയിന്റ് ആണ്, എല്ലാ ദിവസവും ഒരു പുതിയ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കാറുണ്ടോ? എന്താണ് നമുക്കറിയാം, നമുക്ക് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ തുടക്കത്തിൽ വന്നപ്പോഴൊക്കെ നമ്മൾ ഒരു 10-500 പേര് 1000 പേര് ലിസ്റ്റ് ഇട്ടു. പക്ഷെ അത് ബന്ധുക്കാരും സുഹൃത്തുക്കളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അവിടുത്തെ പ്രോസ്പെക്ട് കിട്ടാ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോ നമ്മുടെ ലിസ്റ്റില് പുതിയ പുതിയ ആളുകളെ ആഡ് ചെയ്യാൻ പറ്റണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ പുതിയ ആളുകൾ നമ്മളുടെ കൂടെ വരുമ്പോഴാണ്, പുതിയ ലിസ്റ്റ് നമ്മളുടെ ആളുകളുടെ ലിസ്റ്റ് കൂടെ വരുമ്പോഴാണ് നമ്മൾക്കൊരു എനർജി ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റ് ഇല്ലേ നമുക്കൊരു എനർജി ഒന്നും ഇല്ല. അവിടെ പ്രത്യേകിച്ച് എനർജി ഒന്നും ഇല്ല. എന്താണ്, കണ്ട ആളുകൾ എന്ന് കാണുന്നു, അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എപ്പോഴും നമ്മുടെ ലിസ്റ്റില് നമുക്കറിയാം പുതിയ പുതിയ ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ ഉള്ളൂ. അവിടെ ആ മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ ലിസ്റ്റില് ഡെയിലി ഒരു പുതിയ ആളെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റണം. ഇന്ന് പച്ചക്കറി വാങ്ങാൻ പോകുമ്പോ പരിചയപ്പെട്ട ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്റ്റേഷനറി കടയിൽ പോകുമ്പോ പരിചയപ്പെട്ട ഒരാളായിക്കോട്ടെ, നമുക്ക് ആ ലിസ്റ്റിലേക്ക് പുതിയ ആളുകളെ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റണം. അപ്പൊ അതില് ഡയമണ്ട് സുരേന്ദ്രൻ സാറ് പറഞ്ഞൊരു സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു വ്യക്തിനെ അന്വേഷിച്ച് ഒരു സ്ഥലത്തേക്ക് പോയതാണ്. ഒരു ട്രെയിനിൽ വെച്ച് അവിടെ നമ്പർ കിട്ടിയിട്ട് ആ നമ്പർ കിട്ടിയ ഡയമണ്ട് സുരേന്ദ്രൻ സാറ് അവിടെ ഒരു ചായക്കടയിൽ ഇറങ്ങിയപ്പോ ആ വ്യക്തിനെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ ചായക്കടക്കാരന്റെ അടുത്ത് ചോദിച്ചു ഈ വ്യക്തിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ 4 തവണ അടുപ്പിച്ച് ആ ചായക്കടയിൽ പോയി കഴിഞ്ഞപ്പോ ഈ വ്യക്തിനെ കിട്ടില്ല. ആ ചായക്കടക്കാരൻ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഡയമണ്ട് സുരേന്ദ്രൻ സാർ പ്ലാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോടികൾ ടേൺ ഓവർ നടക്കുന്ന ടീം ആ ചായക്കടക്കാരനിലൂടെ വന്നതാ. അപ്പൊ ഒരു അപരിചിതനിലൂടെ പോലെ നമുക്ക് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഈ ബിസിനസ്സിലുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ എല്ലാ ദിവസവും പുതിയൊരു പേര് നിങ്ങളുടെ ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ പോയിന്റ് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അടുത്താണ് 10ാമത്തെ ഒരു പോയിന്റ് ആണ്, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ബിസിനസ് പ്രസന്റേഷനെങ്കിലും നൽകാറുണ്ടോ? അതായത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ബിസിനസ് പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ആളുകളെ കാണണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, ലിസ്റ്റിൽ പുതിയ ആളുകളെ ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്കൊരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ അവസരം കിട്ടുള്ളൂ. ഇത് ചെയ്യാത്ത ആളുകൾക്കൊന്നും കിട്ടില്ല. വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, ഇന്ന് പല ആളുകൾ വീട്ടിലിരുന്നുകൊണ്ട് ഡയമണ്ട് ആവാൻ നോക്കാം. വീട്ടിലിരുന്നുകൊണ്ട് ഡയമണ്ട് ആവാ. രാവിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ടത്തെ ചായയും ഡിന്നർ കഴിച്ച് വീട്ടിലിരിക്കുക, അവിടെ ഡയമണ്ട് ആവാ. വീട്ടിലെ ഡയമണ്ട് ആവാ, RCമിലെ ഡയമണ്ട് ആവാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പൊ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷനെങ്കിലും നൽകാറുണ്ടോ? അവിടെ നൽകാറുണ്ടെങ്കിൽ അവിടെ പോയിന്റ് കൊടുക്കാം. അടുത്താണ് നിങ്ങളുടെ കലണ്ടറിൽ അടുത്ത ഒരാഴ്ചയിലേക്ക് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടോ? അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഡെയിലി പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ കലണ്ടറിൽ ഒരാഴ്ചയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഇപ്പൊ രാജ് സാറ് പറയാറുണ്ട് 30 ദിവസം രാജ് സാറിന്റെ കലണ്ടറിൽ ഇന്ന് ഡേറ്റ് ആണ്. എവിടെയൊക്കെ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് ആ ഡേറ്റാ. ഗിരീഷ് സാറ് പറയാറുണ്ട്, എനിക്ക് ഗിരീഷ് സാറിന്റെ ക്ലാസ് എല്ലാ മാസവും ഗിരീഷ് സാറ് പറഞ്ഞ് ഒരു ദിവസം ദിബേഷിന് ക്ലാസ് തരാം, ബാക്കിയൊക്കെ ഗിരീഷ് സാറിന്റെ ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം ഒരു ക്ലാസ് തന്നു, കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം ഒരു ക്ലാസ് തന്നു. അതിനപ്പുറത്തേക്ക് ക്ലാസ് ചോദിക്കരുത് ഗിരീഷ് സാറ് പറഞ്ഞാണ്. ഒക്കെ ഡേറ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, വിജയിച്ച ലീഡേഴ്സ് ഒക്കെ കലണ്ടറിൽ ഒരാഴ്ചയല്ലേ ഒരു മാസത്തേക്കുള്ള ഡേറ്റ് ഫിക്സ് ആണ് അവിടെ. നമ്മളുടെ ഡേറ്റോ നാളെ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കൊരു ഊഹമില്ല. അവിടെ എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക? RCമില് വലിയ ആഗ്രഹമാണ്, ഡയമണ്ട് ഒക്കെ ആവണമെന്ന് ആഗ്രഹം. പക്ഷെ ഇന്നിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും പല ലീഡേഴ്സിനും ഒരു പിടുത്തമില്ല. അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്യണം, ഒരാഴ്ചയിലേക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ഇവിടെ നിശ്ചയമില്ല. അവിടെ എങ്ങനെ നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരാഴ്ചയിലേക്കുള്ള പ്ലാനിങ് പോലും കറക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റണില്ലെങ്കിൽ ഡയമണ്ടിലേക്കും എമറാൾഡിലേക്കുള്ള പ്ലാനിങ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുക? അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ പ്ലാൻ പ്രസന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ്, ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ്
നമ്മുടെ കലണ്ടറിലെ അപ്പോയിന്റ്മെന്റുകൾ അല്ലെ, ഡേറ്റുകൾ എല്ലാ ദിവസവും നമുക്ക് എന്താ പറയാ ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മൂർത്തി സാർ അഖിലാവേടൊക്കെ നമുക്ക് പല മീറ്റിങ്ങിലും പറഞ്ഞ് തന്നിട്ടുണ്ട്. മൂർത്തി സാറിന്റെ ഒരു ഡേറ്റ് എന്താ പറയാ അഖില മേഡത്തിന് എന്താ പറയാ കിട്ടുന്നത് നോക്കിക്കും. അവിടെ ഇപ്പൊ ആ ഡേറ്റ് ഉള്ള ദിവസം അവിടെ വീണ്ടും എന്താ പറയാ അവിടെ ഒരു ടിക്ക് വരും. അപ്പൊ മൂർസാറൊക്കെ ബിസിനസ് തുടങ്ങിയ സമയത്ത് കലണ്ടറിൽ എല്ലാ ദിവസവും ഡേറ്റ് ആണ് മൂർസാറിന്റെ ഒക്കെ. അപ്പൊ നമ്മളുടെ കലണ്ടറിൽ എത്ര ഡേറ്റ് ഉണ്ട്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിൽ എത്ര ആളുകളുടെ കലണ്ടറിൽ ഒരാഴ്ചക്കുള്ള ഡേറ്റ് ഉണ്ട്, ഒരാഴ്ചയിലേക്കുള്ള പ്ലാനിങ് ഉണ്ട്? അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അതായത് എല്ലാ ദിവസവും ചുരുങ്ങിയത് അത് നിങ്ങളുടെ കലണ്ടറിൽ അടുത്ത ഒരാഴ്ചയിലേക്ക് അപ്പോയിന്റ്മെന്റ് എത്ര അപ്പോയിന്റ്മെന്റുകൾ ഉണ്ട്, നിങ്ങളുടെ പ്ലാനിങ് എത്ര ചെയ്തിട്ടുണ്ട്? ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ പ്ലാനിങ് ഉള്ള ആളുകൾക്ക് മാർക്ക് കൊടുക്കാം, ഇല്ലാത്തവരാണെങ്കിൽ അവിടെ 0 ഇടാം. അടുത്താണ് വീട്ടിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഉണ്ടോ? ഇപ്പൊ ഒരു ഹോം ഷോപ്പ്, ഇപ്പൊ ഗിരി സാർ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, നമ്മള് ഹോം ഷോപ്പ് ചെയ്യണില്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക? നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നില്ല, ഒരു ടാർഗറ്റുകൾ ഏറ്റെടുക്കുന്നില്ല, വെജ് ബേസിന്റെ ടാർഗറ്റ് ഏറ്റെടുക്കുന്നില്ല, റീഫ്രഷറിന്റെ ടാർഗറ്റ് ഏറ്റെടുക്കുന്നില്ല, ഒരു ടാർഗറ്റുകൾ ഏറ്റെടുക്കുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നും ഇല്ല അല്ലെ. പറയും പശുവിനെയൊക്കെ ഒന്ന് കയർ അയച്ചിട്ടാ പോലെയാ, അത് ലക്ഷ്യസ്ഥാനമൊന്നും ഇല്ല, എവിടേക്ക് വേണമെങ്കിൽ പോവും, പക്ഷെ പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നും ഇല്ല. പക്ഷെ ടാർഗറ്റുകൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലോ കറക്റ്റ് ലക്ഷ്യം ഉണ്ടായിരിക്കും, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഉണ്ടോ? ഇതെന്തിനാണ്? ഡിസ്പ്ലേ വാൾ എന്ന് വെച്ചാൽ ഒരു മാജിക് കോർണർ ആണ്. അവിടെ അതേപോലത്തെ ഒരു 1000 ഹോം ഷോപ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ടീമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ് വോളി എത്രയാവും? നിങ്ങളുടെ ഒരു ഹോം ഷോപ്പ് കണ്ടിട്ടാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഹോം ഷോപ്പ് ഇടാം. അതായത് ലീഡർ 10 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ളവർ ഒരു സ്റ്റെപ്പ് വെക്കും. ലീഡർ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 10 സ്റ്റെപ്പ് കൂടെയുള്ളവർ താഴെ വെക്കും. അപ്പൊ അതായത് ലീഡ് ബൈ എക്സാമ്പിള്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ടീമിൽ ഡ്യൂപ്ലിക്കേഷൻ വരുള്ളൂ. നമ്മൾ എങ്ങനെയുള്ള ഒരു ടീമിനെയാണോ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ടീമിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അതേപോലത്തെ ഒരു വ്യക്തിയായിട്ട് മാറാം. ഇവിടെ ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഈ ബിസിനസ് മുന്നോട്ട് പോവില്ല. അപ്പൊ നോക്കാം, നിങ്ങളുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടാവും. പല ലീഡേഴ്സും ഹോം ഷോപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടുണ്ട് കട്ടലിന്റെ അടിയിൽ ആ പ്രൊഡക്റ്റ് ഇരിക്കണേ, അത് കാർബോർഡ് പെട്ടിയിൽ ഇരിക്കണേ, അവിടെ ഒരു എന്താ പറയാ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല, അവിടെ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല, ലീഡേഴ്സിനെ വിളിച്ച് ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. 4 ആൾ അറിയട്ടെ നമ്മളിങ്ങനെ ഒരു ഹോം ഷോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാലാണ് ആളുകൾ വരുള്ളൂ, ചോദിക്കുള്ളൂ, അവിടെ നമ്മളുടെ എന്താ ഒരു തരംഗമായിട്ട് മാറുള്ളൂ. കട്ടലിന്റെ അടിയിൽ പ്രൊഡക്റ്റ് വെച്ചിരുന്ന അവിടെ നമുക്ക് ഒരിക്കലും ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം ഷോപ്പ് ഉണ്ടോ? ആ ഹോം ഷോപ്പ് എന്താ പറയാ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തോര് നമ്മൾ എന്ത് ചെയ്യാം? മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. അടുത്താണ് നമുക്ക് അടുത്താണ് 13ാമത്തെ ഒരു പോയിന്റ് ആണ്, പ്രോഗ്രാമുകളിൽ നിങ്ങൾ നല്ല അനുഭവങ്ങൾ പങ്കിടാറുണ്ടോ? അത് സ്കിൽ ഡെവലപ്മെന്റ് സംബന്ധിച്ച ഒരു ഇതാണ്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന ഒരു കാര്യങ്ങൾ. പ്രോഗ്രാമുകളിൽ നിങ്ങൾ നല്ല അനുഭവങ്ങൾ പങ്കിടാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് RCBയിലൂടെ വന്ന നേട്ടങ്ങളായിക്കോട്ടെ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ ഗുണമായിക്കോട്ടെ, നമ്മളൊരു മീറ്റിങ്ങിന് വരുമ്പോൾ അവിടെ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ടോ? അല്ല, പല ആളുകൾക്കും മടിയാണ് ഈ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവിടെ സ്റ്റേജിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴോ നമ്മളുടെ ഈഗോ നാടൻ മടിയൊക്കെ അവിടെ മാറി പോവാണ്. അവിടെ നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണ്. അതായത് പറയില്ലേ, നമ്മൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കണോ ഫ്രണ്ടിലേക്ക് വരണോ? ഫ്രണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റണം, മുൻപന്തിലേക്ക് വരണം. അടുത്താണ് അങ്ങനെ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കണ്ട. ഓക്കെ. അടുത്തതാണ് നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? അപ്പൊ നമുക്ക് 8 കോർ സ്റ്റെപ്പിൽ പറയുന്ന ഒരു കാര്യമാണ്, അല്ല നമുക്ക് എവിടെ നിന്നൊക്കെ അറിവുകൾ കിട്ടും? ഇപ്പൊ എനിക്ക് ഇന്ന് ഈ അറിവ് കിട്ടിയത് ദീപക് ബജാജ് സാറിന്റെ ബുക്കുകൾ വായിച്ചുകൊണ്ട് കിട്ടിയ അറിവുകളാണ്. ഈ ബുക്ക് വായിച്ചില്ലായിരുന്നുണ്ടെങ്കിലോ എനിക്ക് എന്റെ ടീമിന് ഇത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നി, എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അവിടെ ഈ ബുക്ക് വായിച്ചുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനായിട്ട് പറ്റി. അപ്പൊ നമുക്ക് അറിവ് എവിടെ നിന്നൊക്കെ കിട്ടാം? സൂം മീറ്റിങ്ങിലൂടെ കിട്ടാം, അല്ലെ, ബുക്കുകൾ വായിച്ച് കിട്ടാം, നമ്മുടെ അപ്ലൈയിലൂടെ കിട്ടാം, ഡൗൺലൈനിലൂടെ കിട്ടാം, ക്രോസ് ലൈനിലൂടെ കിട്ടാം. എവിടെ നിന്നൊക്കെ അറിവുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ ഒരു രാജ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു സ്പോഞ്ച് പോലെ ആയിരിക്കണം. നിർദ്ദേശിക്കപ്പെട്ട
പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടെങ്കിൽ, എല്ലാ ദിവസവും വായിക്കാറുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ബുക്കെങ്കിലും നമ്മൾ വേണം. എന്താണ്? ഒരു ബുക്കെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ബുക്കിൽ 2 പേജെങ്കിൽ 2 പേജ് നമ്മൾ ഒരു ദിവസം പഠിക്കണം. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന അല്ലെ, ഈ മേഖലയിൽ വിജയിച്ച ലീഡേഴ്സിന്റെ ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പൊ 2 പേജെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ ഉണ്ടാവും. ഈ പുതിയ അറിവുകളായിരിക്കുമല്ലോ നമ്മുടെ ബിസിനസിനെ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും ഈ ഒരു പുതിയ അറിവുകളായിരിക്കുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ പഠനത്തിന് വേണ്ടി ഇപ്പൊ നമ്മളുടെ അർജുൻ സാറൊക്കെ BOP പ്രോഗ്രാം നടത്തുമ്പോൾ അതിലൊരു ടാഗ് വന്നാർന്ന്, പഠിച്ചാൽ വിളയും, പഠിച്ചില്ലെങ്കിൽ അല്ലെ വളയും. അപ്പൊ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് ഇവിടെ വിളയുള്ളൂ, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് ബുക്സുകൾ വായിച്ചായിക്കോട്ടെ, പഠിക്കാനായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പൊ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. ഇനി അടുത്താണ്, ഇനി 3 പോയിന്റ് കൂടി ഉള്ളൂ. എല്ലാ ആഴ്ചയിലും ചുരുങ്ങിയത് നിങ്ങളൊരു ഹോം മീറ്റിംഗ് എങ്കിലും നടത്താറുണ്ടോ? നമുക്കറിയാം ഹോം മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒരു 3-4 ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും ഗുണമേന്മയും പറഞ്ഞു കൊടുക്കുക. MRP, മാർക്കറ്റിലെ പ്രൈസ്, RCന്റെ MRP പറഞ്ഞു കൊടുക്കുക. 10 ഉൽപ്പന്നത്തിന്റെ ഒരു വില വ്യത്യാസം നമുക്ക് ഒരു 5 പേരിരിക്കണ 4 പേരിരിക്കണ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഹോം മീറ്റിംഗ് ആയി. അങ്ങനെ ഹോം മീറ്റിങ്ങുകൾ നമ്മൾ എത്ര ഹോം മീറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്? എല്ലാ ആഴ്ചയിലും ഒരു ഹോം മീറ്റിംഗിൽ ചെയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പാർട്ട് ടൈം ആയിട്ട് RCM ചെയ്യുന്ന ഒരു വ്യക്തി പോലും ആഴ്ചയിൽ 4 ഹോം മീറ്റിംഗ് ചെയ്യണം. അപ്പൊ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തി എത്ര ഹോം മീറ്റിംഗ് ചെയ്യണം? അത് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്താം. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു ഹോം മീറ്റിംഗിൽ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. അടുത്താണ്, എല്ലാ ആഴ്ചയിലും ടീമിനൊപ്പം നിങ്ങൾ ചുരുങ്ങിയത് ഒരു അടിസ്ഥാന പരിശീലന പരിപാടികൾ പങ്കെടുക്കാറുണ്ടോ? നമുക്കറിയാം നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യുന്നു. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? നമ്മുടെ ടീമിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് പരിശീലന പരിപാടികളിലൂടെയാണ്. അതായത് ട്രെയിനിങ് ക്ലാസ്സുകളിലൂടെയാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്തിടെ നടന്ന ഒരു ട്രെയിനിങ് ക്ലാസ് ആണ് 2 ഡേ റെസിഡൻഷ്യൽ ട്രെയിനിങ് ക്ലാസ്. ഡോക്ടർ രായൻ സാറും ഗ്രേറ്റ് ഗുരുനാഥ് ഗിരീഷ് സാറൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ എത്ര ആളുകള് ലീഡേഴ്സ് ഉണ്ടായിരുന്നു? ലീഡേഴ്സിന്റെ കൂടെ എത്ര ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റി? അപ്പൊ ആ ട്രെയിനിങ് ക്ലാസിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? അവിടുന്ന് 2 ദിവസം റെസിഡൻഷ്യൽ ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകള് ഒരു വർഷം പോലും ഒരു അടിസ്ഥാന പരിശീലന പരിപാടികൾ പങ്കെടുക്കാറുണ്ടോ എന്നാ ഞാൻ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ്. അപ്പൊ ഞാൻ കറുകുറ്റിൽ നടന്ന റെസിഡൻഷ്യൽ ട്രെയിനിങ് ക്ലാസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഒരാൾക്ക് 2000 രൂപയാണ് ഫീസ് വന്നത്. പക്ഷെ ആ 2000 രൂപയുടെ അല്ല അവിടെ ഫീസിന്റെ അല്ല പ്രാധാന്യം. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില്, ഞാനൊരു പുതിയ വ്യക്തിനെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തില് ആളെ മോട്ടിവേഷൻ ചെയ്യാനും അറിവുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷം ആ വ്യക്തിയുടെ പിന്നാലെ നടക്കണം. പല പല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യിച്ച്, എനിക്ക് തോന്നുന്നു ഒരു 10-15 പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യിച്ചാൽ മാത്രമാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു അറിവ് എനിക്ക് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 15 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിക്കുന്ന എഫോർട്ട് എത്ര എനിക്ക് ലാഭിക്കാൻ പറ്റി? എന്റെ എക്സ്പെൻസ് എത്ര ലാഭിക്കാൻ പറ്റി? അപ്പൊ എനിക്ക് ആ 2000 രൂപ കൊണ്ട് കിട്ടിയത് ഏകദേശം ഒരു എന്താ പറയാ 10-40,000 രൂപ ഒരു വർഷം ചിലപ്പോൾ എനിക്ക് എന്താ പറയാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണ സമയമാണ്. അതേപോലെ തന്നെ അവിടെ എന്താ പറയാ പൈസയാണ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ നമ്മളുടെ ടീമിനോടൊപ്പം നമ്മൾ എത്ര അടിസ്ഥാന പരിശീലന പരിപാടികൾ പങ്കെടുക്കാറുണ്ട്? അപ്പൊ അതില് പരിശീലന പരിപാടിയിൽ പറയാനുള്ള ഒരു കാര്യം നമുക്കറിയാം, അർജുൻ സാറും സുരാഗും നടത്തുന്ന ഫിനിക്സിന്റെ ട്രെയിനിങ് ക്ലാസ്സുകൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് എന്ന് അറിയാതെ. ഇന്നൊരു പുതിയ വ്യക്തിനെ പോലും അതിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ശരിയായ രീതിയിൽ RCMന്റെ ഇൻകം പ്ലാൻ വരെ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പൊ എനിക്ക് പേഴ്സണൽ ആയിട്ട് അനുഭവം, എന്റെ വൈഫിന് കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു. ആളിപ്പോ പുറത്തേക്കൊക്കെ ഇപ്പൊ വർക്കിനും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി. 2 ട്രെയിനിങ് ക്ലാസ് ഫിനിക്സിന്റെ അറ്റൻഡ് ചെയ്തപ്പോ ആള് ഇന്ന് കാൽക്കുലേഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പൊ ഇനി തുടർന്നും ആ ഫിനിക്സിന്റെ ട്രെയിനിങ് ക്ലാസ്സിൽ പോകാനുള്ള ഒരു തീരുമാനം ആൾ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ടീമിനോട് കൂടിയിട്ട് നമ്മളുടെ ടീമിന് നമ്മൾ എത്ര ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്? ഇനി ട്രെയിനിങ് ക്ലാസ്സിൽ അറിവുകൾ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാറുണ്ടോ? ട്രെയിനിങ് ക്ലാസ്സിലൂടെയാണ് നമ്മളെ മാറ്റിയുറച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? സ്വർണം മാറ്റിയുറച്ചെടുക്കണ പോലെ ട്രെയിനിങ് ക്ലാസ്സിലൂടെയാണ് നമ്മളെ പറഞ്ഞു പഠിക്കാനുള്ള അവസരങ്ങളാണ് ട്രെയിനിങ് ക്ലാസ് എന്ന് പറയുന്നത്. ആർസിന്റെ ഓരോ ട്രെയിനിങ് ക്ലാസ്സും അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ടോ? നമ്മുടെ ടീമിനെ അറ്റൻഡ് ചെയ്യിക്കാറുണ്ടോ? അവിടെ ചെയ്യിക്കാറുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യുന്ന ഒരു ലീഡേഴ്സ് ആണെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൊടുക്കുക. അടുത്താണ്, എല്ലാ മാസത്തിലും നിങ്ങൾ ചുരുങ്ങിയത് ആദ്യത്തെ പോയിന്റ് ആണ്,
രണ്ട് ഹാൾ ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമുകൾ പങ്കെടുക്കാറുണ്ടോ എല്ലാ മാസത്തിലും? നമുക്കറിയാം ബിഗ് ഇവന്റ്, വലിയ ഹാൾ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാറുണ്ടോ? ടീമിനെ പങ്കെടുപ്പിക്കാറുണ്ടോ? അപ്പൊ നമുക്കറിയാം RCMില് നമ്മൾക്ക് വിജയിക്കാനുള്ള ഒരു മൂലമന്ത്രം അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ എത്ര പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ കൂടെ എത്ര ആളുകൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു, അതായിരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രോഗ്രാമുകളിൽ മുഖം തിരിച്ചു നിന്ന് കഴിഞ്ഞാലോ, ട്രെയിനിങ് ക്ലാസ്സുകളിൽ പ്രോഗ്രാമുകളിലൊക്കെ മുഖം തിരിച്ചു നിന്ന് കഴിഞ്ഞാലോ, സജീവ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞ നാളെ കൂലിപ്പണിക്ക് പോകും. ആ മോട്ടിവേഷനൊക്കെ പോയിട്ട് സജീവ് സാറ് പറയാറുള്ള പോലെ നാളെ കൂലിപ്പണിക്ക് പോകും. പ്രോഗ്രാമുകളിൽ മുഖം തിരിച്ചു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോകും. പക്ഷെ പ്രോഗ്രാമുകളാണ് നമ്മൾ RCM ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ RCMിൽ വന്നിട്ട് എനിക്ക് കേരളത്തിലെ ഒരുപാട് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ക്രോസ് ലൈൻ ലീഡേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തുടക്കത്തിൽ കിട്ടിയ അറിവാണ് എന്നെ RCMിലേക്ക് എത്തിച്ചത്. പ്രോഗ്രാമുകളിൽ നമ്മൾ എങ്ങനെ മുഖത്തിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിയും, അല്ല 1-2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഞാൻ എല്ലാം തികഞ്ഞാനാന്ന് തോന്നി ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെ വളർത്താൻ പറ്റും, നമ്മളുടെ ടീമിനെ എങ്ങനെ വളർത്താൻ പറ്റും എന്നുള്ളൊരു ചിന്ത കൂടി നമ്മളിന്ന് കൊടുക്കണം. ഒക്കെ ഇപ്പൊ പ്രോഗ്രാമുകളാണ് നമ്മൾ RCMിൽ വിജയിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ മൂർത്തി സാറ് പറയാറുണ്ട്, ബാംഗ്ലൂര് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമാണ് മൂർത്തി സാറിന്റെ ഒരു ക്രിക്കറ്റിനൊക്കെ തുറന്നത് RCMിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കേരള ടീം ഇത്ര ഫാസ്റ്റ് ആയിട്ട് വിജയിച്ചു പോകുന്നത്. കൂടെ വരുന്ന ഒരാളുടെ ക്രിക്കറ്റായിരിക്കും ഒരു പ്രോഗ്രാമിൽ തുറക്കണേ, അല്ലെ? അപ്പൊ നമ്മളും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, നമ്മുടെ കൂടെ ടീമിനെ പ്രോഗ്രാമിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളോട് എന്താ പറയാ മുൻകൈ എടുക്കണം, ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കണം. അപ്പൊ എല്ലാ മാസത്തിലും നിങ്ങൾ ഒരു ചുരുങ്ങിയത് 2 ഹാൾ ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടോ, ടീമിനെ പങ്കെടുപ്പിക്കാറുണ്ടോ? അപ്പൊ അതില് നിങ്ങളുടെ മാർക്കും കൊടുക്കുക. അപ്പൊ ഞാനൊരു 17 പോയിന്റ് പറഞ്ഞു. ഈ 17 പോയിന്റിൽ 17 കിട്ടിയ ലീഡേഴ്സ് ആരുള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. 17 പോയിന്റിൽ 17 കിട്ടിയ ലീഡേഴ്സ് ആര്യ? ഇനി 16 മാർക്ക് കിട്ടിയവര് 15 ആരുമില്ല. അപ്പൊ ഇവിടെ നോക്ക, നമുക്ക് എവിടെയാണോ മാർക്ക് കുറവുള്ളത് ആ മാർക്ക് കുറവുള്ളിടത്തായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നാളെ ഒരു ഉയർച്ച ഉണ്ടാവും. ഈ 17 പോയിന്റ് കിട്ടാനായിരിക്കണം. ഇപ്പൊ ഗിരീഷ് സാറ് പറഞ്ഞു, ഗിരീഷ് സാറിന് 16 പോയിന്റ് കിട്ടി. അപ്പൊ അവിടെ അപ്പൊ അതിനകത്ത് ഒരു പോയിന്റിൽ ഗിരീഷ് സാറ് അവിടെ ഇനി ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. അപ്പൊ അതുപോലെ ഞാൻ ഈ ക്ലാസ് ഈ പോയിന്റുകൾ കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം പറ്റാണ്ട് ഞാൻ അവിടെ എവിടെയാണോ എനിക്ക് പോരായ്മ ഉള്ളത് അവിടെ ഞാൻ ഇന്ന് നികത്തി ഇന്ന് ഈ 17 പോയിന്റ് എനിക്ക് കിട്ടാനായിട്ടാണ് ഞാനിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ 17 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് പറയാം, കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ 1 ടീമായിട്ട് നമ്മുടെ ടീം മാറും. ഏറ്റവും കൂടുതൽ വിജയങ്ങൾ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ട് മാറ്റാൻ പറ്റും എന്ന് 100% ഈ പോയിന്റുകൾ. അത് നമ്മുടെ സിസ്റ്റമാണ് പറയുന്നത്. എല്ലാവർക്കും RCMിലൂടെ വിജയിക്കാൻ കഴിയട്ടെ. എനിക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന എന്റെ ഗ്രേറ്റ് അപ്ലൈ ഗിരീഷ് സാറിനും ഡോക്ടർ രാജ് സാറിനും എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ജയ് RCM സാർ. താങ്ക് യു ഗിരി സാർ.